ഹലോ ഡാർലിങ്സ്, റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ചപ്പീന ബീവി ചെകുത്താൻ അഥവാ ചെകുത്താൻ ഉണ്ടായ ചപ്പീന ബീവി, അല്ലെങ്കിൽ ചെകുത്താനും മേലെ വളർന്നു നിൽക്കുന്ന ചപ്പീന ജീവിയോയെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വേറൊന്നുമല്ല, അവർക്കെതിരെയുള്ള വെർബൽ വെർബൽ അബ്യൂസിനെതിരായിട്ടുള്ള ക്യാമ്പയിനിന്റെ 3-ാം എപ്പിസോഡാണ് ഇന്ന് എൻ്റെ. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് വ്ളോഗേഴ്സ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർക്കെതിരെ ധൈര്യപൂർവ്വം പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. കാരണം സഹി കെട്ടിരിക്കുന്നു. എനിക്കെതിരെ എന്തും പറഞ്ഞോട്ടെ, കാരണം ഷാരിക്ക് നല്ല ധൈര്യമുണ്ട്. എൻ്റെ ഭാഗത്ത്, എൻ്റെ പുറകോട്ട്, എൻ്റെ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് പടച്ചുണ്ടാക്കിക്കൊണ്ട് വന്നാലും നല്ല നെഞ്ചു വിരിച്ചു നിന്ന് ഷാരികയെ നേരിടും. അതുകൊണ്ട് എനിക്ക് പേടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടുഡ്രസ് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മറ്റുള്ള ആൾക്കാരോട് ചൊറിയുന്നതൊന്നും എൻ്റെ അടുക്കേ എടുത്താലും നടക്കത്തില്ല. പിന്നെ സ്വയം പുകഴ്ത്തലാണെന്ന് വിചാരിച്ചാലും കുഴപ്പം, പുകഴ്ത്താനും വേണ്ടേ ഒരു ക്വാളിറ്റിയൊക്കെ. സ്വന്തമായിട്ട് സ്വയം പുകഴ്ത്താനും സ്വയം റെസ്പെക്ട് ചെയ്യാനും അതിനും വേണം ഒരു ക്വാളിറ്റിയും യോഗ്യതയൊക്കെ. അത് അവർക്കില്ല. സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അവർക്കില്ല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു സത്വം കൊണ്ട് ഈ ലോകത്തിന്റെ തിന്മ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളെ വെർബൽ റേപ്പ് ചെയ്യുക, മുതിർന്നവരെ വെർബൽ റേപ്പ് ചെയ്യുക, സ്ത്രീകളെ, പ്രായമുള്ള കുട്ടികളെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ, പ്രായഭേദമന്യേ, മതഭേദമന്യേ എല്ലാവരെയും വെർബൽ റേപ്പ് ചെയ്യുന്ന ചെകുത്താൻ, ദ ബോൺ ക്രിമിനൽ ഷീസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടിയും താരവുമായിട്ടുള്ള മഞ്ജുപിള്ള ചേച്ചിയുടെ മകളുടെ ഒരു കോസ്റ്റ്യൂമിനെ ചൊല്ലി അവരുണ്ടാക്കിയ ഒരു വിവാദം ഉണ്ടല്ലോ. അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം ഇനി ഏത് തുലാസിൽ വെച്ച് നോക്കിയാലും മറ്റുള്ളവരിന് എന്ത് കാണിച്ചാലും അതിനൊപ്പം എത്തത്തില്ല. ആ കുട്ടി അത്രയും പറയാനുള്ള ധൈര്യം അവർക്ക് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ സർക്കാരിനെ പറയത്തുള്ളൂ, സൈബർ സെല്ലിനെ, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രീയ മന്ത്രാലയത്തെ ഞാൻ പറയും. കാരണം നിങ്ങളാണ് ഇത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളാണ് ഇതുപോലുള്ള സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ മാത്രമല്ല, നമ്മുടെ സൈബർ സൊസൈറ്റി ഇന്ന് ഭയങ്കര ക്രൂഷ്യലാണ്, അത് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പൊ സൈബർ സൊസൈറ്റിയിൽ കുറെ അധികം ഇതുപോലുള്ള സൈക്കോപാത്തുകൾ, വൈകൃതത്തിന് അടിമകളായിട്ടുള്ള ആണും പെണ്ണും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. അത് യൂട്യൂബിനോട് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് പറയണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോയോ തംബ്നെയിലോ ഇട്ടാൽ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് അപ്ലോഡ് ചെയ്യുന്ന അത് അടിച്ചു കളയാനുള്ള അധികാരം യൂട്യൂബിനുണ്ട്. അത് ചെയ്യിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനൊരു സാധനം ചെയ്യിക്കാനുള്ള എല്ലാ പവറും മോദിജിക്കും അതുപോലെ നമ്മുടെ കേന്ദ്ര സർക്കാരിനും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ പ്ലീസ് ഡു ദാറ്റ് ഫോർ അസ്. ഞങ്ങൾ കേരളീയർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കേരളത്തിൽ ഞങ്ങൾ തലകുനിച്ചു പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് റേപ്പിസ്റ്റുകൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഉള്ളത് ഞാൻ പറയാം, ഒരുപാട് റേപ്പിസ്റ്റുകൾ വളർത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത്. വേറെ ഒന്നുമല്ല, ഇവന്മാരൊക്കെ എങ്ങനെ ശിക്ഷ കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് മാത്രമായിട്ട് ഒരു വിധി പറ്റത്തില്ല. കാരണം ഇപ്പൊ വളർത്തുന്നത് ഞാൻ പറയാം, കാരണം ഗോവിന്ദസ്വാമിയെ കൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ല, അങ്ങനെ പലരെയും വളർത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ പോലീസുകാരെന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവര് ഈ ചെയ്യുന്നവന്മാരെയൊക്കെ അപ്പപ്പ പിടിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ മിക്ക പോലീസുകാർ അപ്പപ്പ പിടിക്കുന്നുണ്ടെങ്കിലും ഇവന്മാർക്കൊന്നും ശിക്ഷ കിട്ടുന്നില്ല. അപ്പൊ അത് ഫിസിക്കലി റേപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ്. പക്ഷെ അപ്പൊ വെർബലി റേപ്പ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അതിനേക്കാളും, ശരീരത്തിനേറ്റ മുറിവുകൾക്കാളും മാരകമാണ് ഈ ഷഫീന ബീവിയെ പോലുള്ള ആൾക്കാർ. അവളുടെ കുറെ ലോക ഫ്രോഡുകളായിട്ടുള്ള അവളുടെ കുറെ സഹ യൂട്യൂബേഴ്സും ഉണ്ട്. നല്ല യൂട്യൂബർമാരുടെ വിലയും മാനവും കളയുന്ന കുറേയധികം യൂട്യൂബേഴ്സ്. അവർ മറ്റുള്ളവരെ ഡിപ്രഷനിലേക്ക് ആക്കി അതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അതിന്റെ വ്യൂസ് കൊണ്ട് ജീവിക്കുന്ന നരഭോജികൾ എന്ന് ഞാൻ പറയും. ഇവരെയൊക്കെയാണ് നരഭോജികൾ എന്ന് വിളിക്കേണ്ടത്. ഒരു സോംബി ഇനത്തിൽ പെട്ട ഒരാളാണ് ഷഫീന ബീവി അഥവാ ചപ്പീന ജീവി എന്ന് പറയുന്ന കൊടും കുറ്റവാളിയായ സ്ത്രീ. കാരണം അവർ ചെയ്യുന്നത്, നമ്മുടെ സൈബർ സെല്ലുള്ള മഹാന്മാർ, നമ്മുടെ മന്ത്രി പുങ്കവന്മാർ, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി സഭ അലങ്കരിക്കുന്നവർ, നമ്മുടെ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരെല്ലാം ഇവളുടെ വീഡിയോ ഒന്ന് കേൾക്കണം. അതായത് ഒരു വിമർശനം, തീർച്ചയായിട്ടും വിമർശനങ്ങൾ വേണം, ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ വേണം. പക്ഷേ ഒരു മനുഷ്യനെ അയാൾ ഒരു ഡ്രസ്സ് ഇട്ടതിന്റെ പേരിൽ, അയാൾ ഒരു പടത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ, അയാൾ ഒരു മൗത്ത് കിസിന്റെ ഒരു പടത്തിൽ അഭിനയിച്ചു, ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു, അല്പവസ്ത്രം, അവളുടെ ഭാഷയിൽ അല്പവസ്ത്രം എന്ന് പറഞ്ഞാൽ ബിക്കിനിയോ ഒക്കെ ഇട്ട് അഭിനയിക്കുന്നത് എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയുള്ള, അത് ഓക്കെ, അവർ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്നത് ഓക്കെ, വൾഗർ എന്ന് പറയുന്നത് ഓക്കെ. പകരം അത് ഉപയോഗിക്കുന്ന ഭാഷ അഴിച്ചു വിട്ടിരിക്കുവാണോ, തുണിയുരിഞ്ഞ് കാണിച്ചെന്നോ. അപ്പൊ ഇതൊക്കെ അവർക്ക് പറയാൻ, അവരുടെ മോളാണോ മഞ്ജു പിള്ളയുടെ മകൾ എന്ന് പറയുന്ന ഇവരുടെ ആരെങ്കിലും ആണോ? ഇവരുടെ ദേഹത്ത് എന്തെങ്കിലും പറ്റിയോ? പിന്നെ സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച് ഇവർ കടന്നു പറയുന്നുണ്ട്. സമൂഹത്തിന് ഉപയോഗപ്രദമായ ഏത് വീഡിയോ ചെയ്തിട്ടുണ്ട്? സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു വീഡിയോ, ഈ ചപ്പീന ജീവിയുടെ ഒരു വീഡിയോ ചപ്പീനയുടെ ഒന്ന് കാണിച്ചു തരണം. ചപ്പീനയുടെ സിൽബന്ദികള്, ചപ്പീനയുടെ പൃഷ്ഠവും താങ്ങി നടക്കുന്ന കുറെ എണ്ണങ്ങളില്ലേ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്ന് മെസ്സേജ് ഇടുകയും നമ്മളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അവരുടെ ടീമുകൾ മാത്രമാണ്. നല്ല മനുഷ്യന്മാർ ആരും അത് ചെയ്യത്തില്ല. അങ്ങനെയുള്ളവര്
നമ്മുടെ അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ ഇവള് തീറ്റയും വെള്ളവും കൊടുത്ത് വളർത്തുന്നതാണ്. പിന്നെ ഇവളുടെ ചരിത്രമൊക്കെ ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ മനസ്സിലാക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ഇവളെ കുറിച്ച് നമ്മൾ പഠിക്കുമല്ലോ, ഇവളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇവളെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇവളെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇവക്ക് വേറെ ഇരട്ടപ്പനുണ്ട്, ഒരു മുള്ളിത്താത്ത. അതായത് പലരുടെയും വീടുകൾ അന്വേഷിച്ച് പോകുന്ന കൂട്ടത്തില് ചില വ്ളോഗർമാരുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ നിന്ന് കർണക്കുറ്റി നോക്കി അടി കിട്ടുകയും അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ കാറിൽ നിന്ന് മുള്ളിപ്പോയ ഒരു ചരിത്രം ഇവർക്കുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. സത്യത്തിൽ അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഇപ്പൊ കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ അതിനകത്ത് തന്നെ കുത്തിയിരുന്ന് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വീടിനകത്ത് ഏത് വീട്ടിലാണോ തമ്പുരാനെ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ അത്ര സാമൂഹ്യ പ്രാധാന്യമുള്ള, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സർക്കാർ പ്രത്യേക പ്രൊട്ടക്ഷൻ തരേണ്ട ഒരു മുതലാണല്ലോ നിങ്ങൾ ഇങ്ങനെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഞാൻ പറയട്ടെ, ഡ്രഗിനെതിരെ നിങ്ങൾ എന്ത് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ റേപ്പിനെതിരെ നിങ്ങൾ എന്ത് ക്യാമ്പയിനാണ് ചെയ്യുന്നത്? നിങ്ങൾ മറ്റുള്ളവരുടെ കിടപ്പറ രംഗങ്ങളും ഈ പറയപ്പെടുന്ന നല്ല പ്രശസ്തരായിട്ടുള്ള ബിസിനസ് സംരംഭകര് വ്യഭിചരിക്കുകയാണെന്ന് പറയുക, ബിസിനസ് സംരംഭകർ കൂട്ടിക്കൊടുപ്പുകാരാണെന്ന് പറയുക, നിങ്ങൾക്ക് വൈരാഗ്യമുള്ള ആരുടെയെങ്കിലും കൊട്ടേഷൻ നിങ്ങൾ മേടിക്കുക. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ തെളിവുകളുമാണ് അടുത്ത വീഡിയോയിൽ ഞാൻ വരാൻ പോകുന്നത്. ഇത് എപ്പിസോഡൊന്നും ഞാൻ പറയുന്നില്ല, കാരണം തെളിവുകൾ നമ്മുടെ കയ്യിൽ എത്തേണ്ട താമസമുണ്ട്. പക്ഷെ ഇത് വെർബലി നമ്മളോട് പലരും അറിഞ്ഞിട്ടും പല നാടുകളിൽ നിന്ന്, യൂറോപ്പ്, UK, ഈ പറയുന്ന പോലെ ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് ഇവളുടെ പണി ആൾക്കാരെ അപമാനിക്കുക ഇൻ ദ സെൻസ്, ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പൊ എന്നോടൊരു വ്യക്തിക്ക് വൈരാഗ്യം ഉണ്ടെന്ന് ഓർക്കുക, അവർ എനിക്കെതിരെ ഒരു വെർബൽ റേപ്പ് കൊട്ടേഷൻ കൊടുക്കുകയാണ്. അതായത് എന്നെ മാക്സിമം ഒരു വ്യഭിചാരിണിയാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു പ്രോ ആക്കി മാറ്റുക, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലാണ് ഇവളുടെ പണി, പൈസ മേടിച്ചുകൊണ്ട് എന്നാണ് എന്നോട് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, എന്നോട് ഇൻഫർമേഷൻ പാസ് ചെയ്തവർ പറയുന്നത് ഇവക്ക് ഈ കൊട്ടേഷൻ ആണിത്. അതായത് നമ്മൾ തല്ലാനും വഴക്കാനും നമ്മൾ ഗുണ്ടകൾ കൊട്ടേഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പകരം ഒരാളെ പൂർണ്ണമായും ഇല്ലാതാക്കുക. നമ്മളിപ്പോൾ നമ്മുടെ കയ്യൊന്ന് തല്ലിയൊടിച്ച കാലിനൊടിച്ചാൽ അതിനിപ്പോൾ ചികിത്സകളുണ്ട്, കുറച്ചു കാലം റെസ്റ്റ് എടുത്താൽ അത് ശരിയായിട്ട് വരും. പക്ഷെ നമ്മുടെ മനസ്സ് കീറി മുറുക്കിയ തല്ലിയൊടിക്കുക ചെയ്താലോ, സൂയിസൈഡ് ആണ് അതിന്. പലരും വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ശരിയെ ഞാൻ ഇനി ഒരു വീഡിയോ കൂടെ അവളോ അവരോ എന്നെ കുറിച്ച് ചെയ്താൽ എനിക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ പല ആൾക്കാരുണ്ട് ഈ റീസെന്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട്. കാരണം അവർക്ക് കേസ് കൊടുക്കാനും മറ്റൊരൊന്നും പോകാൻ വയ്യ. അവർ പറയുന്ന പോലെ ഞങ്ങൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഓരോ വ്യക്തിത്വങ്ങളും. അത് പ്രായമൊന്നുമില്ല കേട്ടോ. അവൾ ചിലപ്പോൾ പറയുന്ന 18 വയസ്സുകാരെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ മൈനറായിട്ടുള്ള 10 വയസ്സുകാരെ കുറിച്ചായിരിക്കാം, 10 വയസ്സുകാരനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 3 വയസ്സുള്ള കുഞ്ഞിനെ കുറിച്ച് അവൾ പറഞ്ഞിരിക്കും. അതുപോലെ 40 വയസ്സുകാരും 50 വയസ്സുകാരനും ഒക്കെ ഇവളെല്ലാവരെയും പറയുന്നുണ്ട്. ജാതിഭേദമന്യേ, നാടുഭേദമന്യേ, ലോകമൊന്നല്ലേ ഉള്ളൂ ഒക്കെ ഇവള് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഈ 4ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ വ്ളോഗേഴ്സിന് പ്രതികരിക്കാൻ. ഇതുപോലെ ശക്തമായിട്ട് പ്രതികരണവുമായിട്ട് ഇനി ഒരുപാട് പേര് മുന്നോട്ട് വരട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ രേണുസുതി എന്തായാലും ശക്തമായിട്ടും തിരിച്ചു വരും. ആ പെങ്കൊച്ചിനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്ത് ട്രോമയിലേക്ക് വിടാൻ ശ്രമിച്ച്, ക്യാൻസർ ഇല്ലെന്ന് വരുത്തി തീർത്ത് അവളെ കൊല്ലാക്കൊല ഞാൻ ശ്രമിച്ച ഇവര്, അതോടൊപ്പം തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളെയും സെലിബ്രിറ്റികളെയും ട്രോമയിലേക്കും അതുപോലെ അവരെ അപമാനത്തിലേക്കും തള്ളിവിട്ട ഇവളുടെ നെഗളിപ്പ് ഈ വർഷ അവസാനത്തോടു കൂടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിന് തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവാണ്. നിനക്ക് ചെയ്യാവുന്നതല്ലാന്ന് വെച്ചാൽ ഞങ്ങോട്ട് കേട്ടോടി പൊന്നു മോളെ. അപ്പൊ ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം. അത് വേറൊരു ബോംബുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അതിനുള്ള സാധനങ്ങൾ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം അതും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോ നിന്റെ നാശം, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ അവസാനത്തെ ചിരിയാണ് നീ ചിരിക്കുന്നത്. ഈ ചിരികളെല്ലാം മായാൻ പോകുന്നതേ ഉള്ളൂ. നീ ഈ നാട് വിട്ട് ഓടുന്ന ദിവസത്തിൽ നിന്നെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇവിടുന്ന് അവര് നാട് കടത്തും. നിയമത്താൽ തന്നെ ഒന്നെങ്കിൽ നിന്നെ ഈ കേരളത്തിൽ കാലൂത്താൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ നിന്നെ തല്ലിക്കൊല്ലാ പരുവമാക്കും. അങ്ങനെ അതല്ല, നീ നാട് വിട്ട് ഓടാനാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പൂട്ടി നിന്നെ നാട് കടത്തും, കേരള ഗവൺമെന്റിനോട് ചേർന്നുകൊണ്ട്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് നീ കണ്ടോ.